We are back with another series of MS show. അപ്പോൾ ഇത് നമ്മുടെ മഹാഭാരത സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഭീഷ്മരെ പറ്റിയും ധൃതരാഷ്ട്രരെ പറ്റിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഒരു നെക്സ്റ്റ് എപ്പിസോഡാണിത്. മഹാഭാരത സീരീസിന്റെ മഹാഭാരതത്തിന്റെ വേറൊരു ക്യാരക്ടർ, ഫേമസ് ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ് കർണൻ. വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്ന് ഫുള്ളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പോസിറ്റീവ് ആൻഡ് ഭയങ്കര പോസിറ്റീവ് ട്രേറ്റ്സും ഭയങ്കര നെഗറ്റീവ് ട്രേറ്റ്സും രണ്ടും കൂടി ഉള്ള ഒരു ക്യാരക്ടറാണ് കർണൻ. അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മള് വെറും മഹാഭാരതത്തിന്റെ സ്റ്റോറി ഇപ്പൊ എല്ലാവർക്കും അറിയാം. നമ്മൾ അതല്ല ചെയ്യണത്. നമ്മളൊരു സൈക്കോ അനാലിസിസ് ക്യാരക്ടറിനെ എടുത്തിട്ട് ഒരു സൈക്കോ അനാലിസിസ് പോലെയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ സ്റ്റാർട്ടിങ്ങില് കർണനെ പറ്റി നോക്കുകയാണെങ്കിൽ ശ്രീജ കർണന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് നമ്മുടെ ഓഡിയൻസിനൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് കർണൻ, എങ്ങനെയാണ് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോമ്പിനേഷൻ എങ്ങനെ വരുന്നത്? കർണൻ എന്ന് പറയുമ്പോ ഒരു ഐതിഹാസികമായിട്ട് അല്ലെങ്കിൽ ഒരു പൗരാണികമായിട്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. കർണൻ ജനിച്ചത് സൂര്യഭഗവാന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യഭഗവാന്റെ മകനായിട്ടാണ്. അപ്പൊ ജനനം തന്നെ ഒരു പോസിറ്റീവ് ട്രേറ്റ്സ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ട്രേറ്റ്സോട് കൂടിയാണ് ജനിച്ചത്. സൂര്യന്റെ ആശീർവാദം കൊണ്ട് ജനിച്ചു. പക്ഷെ ഈ കർണന്റെ കേസില് കർണൻ ഒരു പ്രീവിയസ് ബർത്തിന്റെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. കർണൻ ഇതിന് മുന്നത്തെ ജന്മത്തില്, കർണന്റെ പ്രീവിയസ് ബർത്തില് സഹസ്രകവചൻ എന്നു പേരുള്ള ഒരു ദുഷ്ടനായ ഒരു രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. സഹസ്രകവചൻ എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും 1000 കവചങ്ങള്, ബോഡിയിൽ 1000 കവചങ്ങളുള്ള ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവാണ്. ഒരുപാട് നെഗറ്റീവ് ട്രേറ്റ്സ് ഉള്ള ഒരു രാജാവായിരുന്നു ഈ സഹസ്രകവചൻ. അപ്പോ തപസ് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾ, 1000ഓളം വർഷങ്ങൾ തപസ് ചെയ്തിട്ട് സൂര്യഭഗവാനിൽ നിന്നും വരം കിട്ടി എന്നാ പറയുന്നത്. അങ്ങനെയാണ് ഈ 1000 കവചങ്ങൾ ഉണ്ടായത്. 1000 കവചങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആൾ ഇമ്മോർട്ടൽ ആയിരിക്കും. ആ കവചങ്ങൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ സഹസ്രകവചനെ ഒരാൾക്ക് കൊല്ലാൻ സാധിക്കുള്ളൂ. അപ്പൊ അതില് എല്ലായിടത്തും തെരഞ്ഞു നടക്കാതെ പറയണേ, ആരെങ്കിലും എന്റെ കൂടെ യുദ്ധത്തിൽ വരുമോ, എന്നെക്കാട്ടിലും സ്കിൽഡ് പവർഫുൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? അതെ. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ അഹങ്കാരത്തില് ത്രിലോകങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി സഹസ്രകവചൻ. അവിടെയൊക്കെ ഭീതി ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിൽ ഒരു കവചം തന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സാധാരണക്കാർക്കൊന്നും സാധിക്കില്ല. ഒരുപാട് വർഷം തപസ്സൊക്കെ ചെയ്ത ആൾക്കാർക്ക്, അത്രയും തപസിദ്ധിയൊക്കെ ഉള്ള ആൾക്ക് ഒരു കവചം തന്നെ ഒരുപാട് വർഷം യുദ്ധം ചെയ്താൽ മാത്രമേ ഒരു കവചമെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ 1000 കവചങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് സഹസ്രകവചനെ കൊല്ലല് സാധിക്കുന്ന കാര്യമല്ലായിരുന്നു. ഇങ്ങനെ എല്ലാ ത്രിലോകങ്ങളിലും ഇങ്ങനെ തേടി നടക്കായിരുന്നു, ആരെങ്കിലും യുദ്ധത്തിനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഉപദ്രവിക്കായിരുന്നു. ആ ഒരു സമയത്ത് ഈ സഹസ്രകവചം കേട്ടു. ഹിമാലയത്തില് 2 പേര് കുറെ വർഷങ്ങളായിട്ട് തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. നരനും നാരായണനും. അവര് സഹോദരങ്ങളായിരുന്നു, നരനും നാരായണനും. അപ്പൊ അവര് കുറെ വർഷങ്ങളായിട്ട് അവിടെ ശാന്തമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരാണ്, ഋഷിമാരാണ്. നല്ല സ്വഭാവമുള്ള അങ്ങനത്തെ ഒരു ഋഷി ശ്രേഷ്ഠന്മാരാണ്. അപ്പോ ഈ സഹസ്രകവചന് അവിടെ പോയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്ത് അവരോട് യുദ്ധം ചെയ്താലോ എന്നൊരു ആലോചന വന്നു. എന്നിട്ട് ഹിമാലയത്തിൽ പോയിട്ട് അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി, തപസ്സിൽ നിന്ന് ഇളക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം അവര് സമാധാനപരമായി പറഞ്ഞു നോക്കി തിരിച്ചു പോകാനായിട്ട്. പക്ഷെ അത് കേട്ടില്ല. പിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ അതില് ആദ്യം നരൻ, അത് അവരുടെ തപസ്സിന് വിഘ്നം ഉണ്ടായപ്പോ നരൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഏകദേശം കുറെ വർഷങ്ങളോളം സഹസ്രകവചനായിട്ട് യുദ്ധം ഉണ്ടായി. അവസാനം ഒരു കവചം ബ്രേക്ക് ചെയ്തു. അത് കഴിയുമ്പോ വീണ്ടും യുദ്ധത്തിന് ചെല്ലുകയാണ്. അപ്പൊ നരൻ തപസ്സിന് പോവും, നാരായണൻ വന്നിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെ മാറി ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒടുവില് ഒരു കവചം ഒഴിച്ച് ബാക്കി എല്ലാ കവചവും 999 കവചം നരനും നാരായണനും കൂടെ ബ്രേക്ക് ചെയ്തു. അപ്പൊ ഒരു കവചം മാത്രം ബാക്കി. അപ്പോ ഏകദേശം സഹസ്രകവചന് മനസ്സിലായി ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കവചവും കൂടി ബ്രേക്ക് ആയ തന്റെ മരണം ഉണ്ടാവുന്ന ഉറപ്പായി. അങ്ങനെ തോൽവി സമ്മതിക്കും. അങ്ങനെ ഒരു കവചം മാത്രമായിട്ട് സഹസ്രകവചൻ ഇതായി. അങ്ങനെയാണ് ആ സഹസ്രകവചൻ അടുത്ത ജന്മത്തില് കർണനായിട്ട് ജനിക്കും. അതുകൊണ്ടാണ് ആ ഒരു കവചമായിട്ട് കർണൻ. അപ്പൊ ഈ നരനും നാരായണനാണ് അർജുനനും കൃഷ്ണനും. അടുത്ത ജന്മത്തില് അർജുനനും കൃഷ്ണനുമായിട്ട് പുനർജനിക്കും. കർണൻ ജനിച്ച ആ ഇതില് നരനും നാരായണനും അർജുനനും ദ്വാപരയുഗത്തില്. ഇതില് നമ്മള്
നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഈ പാസ്റ്റ് ലൈഫ്, ഈവൻ നമ്മുടെ മഹാഭാരതത്തിലെ ഗ്രേറ്റ് ക്യാരക്ടേഴ്സിന്റെ ലൈഫിലും കൂടി ആ പാസ്റ്റ് ബർത്തിന്റെ കർമ്മങ്ങള് എങ്ങനെയാണ് ആക്ട് ചെയ്ത് വരണമെന്നുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബർത്ത് മാർക്ക് വേണമെങ്കിൽ നമുക്ക് അതെ ഇതൊരു ബർത്ത് മാർക്കാണ്. ഈ കവചം പറഞ്ഞ ഒരു ബർത്ത് മാർക്കാണ്. നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റീബർത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ട ബർത്ത് മാർക്സ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ നമ്മുടെ പറ്റും. പ്രീവിയസ് ബർത്തിലെ എന്തെങ്കിലും ഒരു ബർത്ത് മാർക്കോട് കൂടി നമ്മൾ ഈ ജന്മത്തിൽ ജനിക്കുക. അത് ബർത്ത് മാർക്ക് എന്നുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കർണനെ ഈ TV സീരിയൽസിലൊക്കെ കാണുമ്പോഴേ കർണൻ ഭയങ്കര ഒരു വൈറ്റ് വാഷ്ഡ് ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. കാരണം BR ചോപ്രയുടെ മഹാഭാരതം അതാണ് ഏറ്റവും ഫേമസ് സീരിയൽസില്. പിന്നെ അങ്ങനെ കുറച്ച് ബുക്സ് ഉണ്ട്. മൃത്യുഞ്ജയ എന്നൊക്കെ പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്, ശിവാജി സാവന്ത് പറഞ്ഞൊരു ഓഥർ എഴുതിയ ബുക്കാണ്. അതിലൊക്കെ കർണൻ ഭയങ്കര ഒരു പാവം, എല്ലാ ലോകം മുഴുവനും കർണന്റെ അഗേൻസ്റ്റ് പിന്നെ ദ്രോഹങ്ങൾ മാത്രം ചെയ്തിട്ടും കുന്തി ദേവി തൊട്ട് എല്ലാവരും അപ്പൊ കർണൻ അത്രയും പാവം, അത്രയും നല്ല മനുഷ്യനായിട്ടാണ്. പക്ഷെ നമ്മുടെ വേദവ്യാസൻ അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യണതിൽ ബിലീവ് ചെയ്യില്ല. അതാണ് അതിന്റെ ഗ്രേറ്റ്നെസ്. വ്യാസന്റെ മഹാഭാരതത്തിന്റെ ഗ്രേറ്റ്നെസ് എന്താ വെച്ചാ വ്യാസ ഋഷിയെ ആരെങ്ങനെയാണോ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കും. അപ്പൊ വ്യാസന്റെ കർണൻ അങ്ങനെ ഒരു ഗ്രേ ക്യാരക്ടറാണ്. അത് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്, ഭയങ്കര ബാഡ് ക്വാളിറ്റീസും ഉണ്ട്, കോംപ്ലക്സ് ക്യാരക്ടറാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഗുഡ് ക്വാളിറ്റീസ്? നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര ജനറസ് ആണ്, ദാനവീരനാണ്, ഭയങ്കര നല്ല സ്കിൽഡ് വാരിയർ ആണ്. നെഗറ്റീവ് ക്വാളിറ്റീസ് എന്താണ്? അതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്. അതാണ് നമ്മുടെ ഇന്നത്തെ അത് മെയിൻ ഫോക്കസ് അതാവും. അപ്പൊ സ്റ്റാർട്ടിങ്ങില് ശ്രീജ പറഞ്ഞുതരും ഈ കർണന് സൂതപുത്രൻ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ പിന്നെ ആൾക്കാരുടെ ഒരു ഇതിനെപ്പറ്റി അധികം ഡീപ്പ് നോളജ് ഉള്ള ആൾക്കാരുടെ വിചാരം സൂതപുത്രൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ലോവർ കാസ്റ്റ് ആയിട്ട് അങ്ങനെ ലോവർ കാസ്റ്റ് ആയിട്ട് കർണനെ ഇങ്ങനെ അപമാനിക്കാണ്. പണ്ടത്തെ ആൾക്കാർ കാസ്റ്റ് കാരണം അപമാനിക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ മീനിങ്. ദേവിയുടെ പുത്രനായിട്ടും സൂതപുത്രൻ എന്ന് പറഞ്ഞു ലോ കാസ്റ്റിലേക്ക് പോയി പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം സൂര്യഭഗവാന്റെയും കുന്തി ദേവിയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ കുന്തി ദേവിക്ക് വിവാഹത്തിന് മുമ്പേ ഉണ്ടായതുകൊണ്ട് തന്നെ കർണനെ ഉടനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കർണനെ പിന്നീട് കിട്ടുന്നത് അതിരഥൻ രാധ ദമ്പതിമാർക്കാണ്. അതിരഥൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ധൃതരാഷ്ട്രരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അതേപോലെ തന്നെ മറ്റേ രഥം തെളിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രരുടെ. അത്രയും ക്ലോസ് ആണ് രാജാവായിട്ട്. അപ്പൊ രാജകുടുംബമായിട്ട് ഈ കുടുംബം ഭയങ്കര ക്ലോസ് ആണ്, അതിരഥനും രാധയും. ശരിക്കും മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രയുടെ ഭയങ്കര നല്ല ഫ്രണ്ടാണ് അതിരഥൻ. അപ്പൊ ശരിക്കും രാജാവിന്റെ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ഫൈനാൻഷ്യലിയും കാസ്റ്റ് പ്രകാരം ഒക്കെ നല്ല രീതിയിൽ രാജകുടുംബമായിട്ട് ക്ലോസ് ആയിട്ട് പോകുന്ന ഒരു ഫാമിലി തന്നെയാണ്. അതില് ഈ സൂതന്മാരെന്ന് പറഞ്ഞാല് ഈ ബ്രാഹ്മണ സ്ത്രീകള് ക്ഷത്രിയ പുരുഷന്മാരെ വിവാഹം ചെയ്യുമ്പോൾ ശരിക്കും സോഷ്യൽ ഓർഡറിൽ അത്രയും ഹൈ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് സൂതൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണ സ്ത്രീ ക്ഷത്രിയ മേലിനെ കല്യാണം കഴിക്കുമ്പോഴാണ് അങ്ങനെ കുട്ടികളെ സൂതൻ എന്ന് വിളിക്കും. അത് സഞ്ജയൻ കീചകനൊക്കെ സൂതന്മാരാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ആ രീതിയിലാണ്. കീചകൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ആർമി ജനറൽ ആയിരുന്നു. അപ്പൊ സൂതന്മാർക്ക് നല്ല പൊസിഷനും മഹാഭാരതത്തില് ഈ നമ്മള് പിന്നെ ലേറ്റർ ഓൺ കാണുന്ന ഒരു കാസ്റ്റിന്റെ കുറെ റിജിഡ് കാര്യങ്ങളൊന്നും മഹാഭാരതത്തിലില്ല. അപ്പോഴത്തെ സൊസൈറ്റി കുറെ ശരിക്കും എൻലൈറ്റൻഡ് സൊസൈറ്റി ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും നമ്മുടെ സൊസൈറ്റി. പിന്നെ അത് ഡിസ്റ്റോർട്ടഡ് ആയതാണ് ഈ കാര്യം. അപ്പൊ അതില് സൂതന്റെ കൂടെ തന്നെ പാണ്ഡവരുടെയും കൗരവരുടെയും കൂടെ തന്നെയാണ് കർണനും വിദ്യാഭ്യാസം ഉണ്ടായത്. അത് ആയിട്ട് ഞാൻ പറയാ, അത് നമ്മുടെ ഇപ്പൊ അത് വേറൊരു മിസ്കൺസെപ്ഷൻ എങ്ങനെ വെച്ചാ ദ്രോണാചാര്യർ പിന്നെ കർണനെ പഠിപ്പിച്ചിട്ടില്ല, ദ്രോണാചാര്യ സൂതപുത്രനാവോണ്ട് കർണനെ പഠിപ്പിച്ചില്ല. ഇങ്ങനത്തെ ആൾക്കാർ സ്വന്തം മഹാഭാരതം ഉണ്ടാക്കും. അപ്പൊ ഇത് എന്താ ഉണ്ടായിരിക്കുന്ന വെച്ചാ കർണൻ ദ്രോണരുടെ അടുത്ത് പോകും, അതിരഥന്റെ മകനാവുകൊണ്ട് ദ്രോണാചാര്യർ പാണ്ഡവന്മാരും കൗരവന്മാരും കൂടെ കർണനെ പഠിപ്പിക്കും. കർണൻ നല്ല സ്കിൽഡ് ആണ്. പക്ഷെ ദ്രോണാചാര്യരുടെ ഫേവറേറ്റ് ശിഷ്യൻ അർജുനൻ ആവേണ്ട റീസൺ എന്താ വെച്ചാൽ അർജുനൻ അത്രയും പ്രാക്ടീസും ഫോക്കസും അത് കാരണം അർജുനന്റെ ക്വാളിറ്റീസ് കാരണം ദ്രോണാചാര്യരെ ഏറ്റവും ഇഷ്ടം അർജുനനാണ്. അപ്പൊ കർണൻ എന്താ വെച്ചാൽ തുടക്കം മുതലേ അർജുനനോട് ഒരു ജലസി ഉണ്ട്. അപ്പൊ അത് കാരണം അർജുനൻ ബെസ്റ്റ് ആണ്. അർജുനൻ സ്വന്തം കാര്യം നോക്കി ചെയ്യും.
കർണൻ ഈ ജലസി. അപ്പൊ കർണൻ ദ്രോണാചാര്യയോട് ബ്രഹ്മാസ്ത്രം പഠിക്കണം എന്ന് പറയും. അപ്പൊ ബ്രഹ്മാസ്ത്രം പഠിക്കേണ്ട പിന്നില് ഇന്റൻഷൻ അത്ര നല്ലതല്ല എന്ന് ദ്രോണാചാര്യർക്ക് തോന്നും. ദ്രോണാചാര്യർക്ക് തോന്നും ഇതില് അർജുനനെ ഹാം ചെയ്യാനുള്ള ഒരു, അർജുനനെ നഷ്ടം ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട്, ഹാം ചെയ്യാനുള്ളത്, ഇഞ്ചുറി ചെയ്യാനുള്ളത്. അപ്പൊ ദ്രോണാചാര്യ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. അതെ അതെ അതെ. അപ്പൊ ദ്രോണാചാര്യ വരും, നിന്റെ ഒരു സെൽഫ് കൺട്രോളും കാര്യങ്ങളൊന്നും ബ്രഹ്മാസ്ത്രം പഠിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ സെലസ്റ്റിയൽ അസ്ത്രങ്ങളൊന്നും ആർക്കും അങ്ങനെ പോയിട്ടാണ് പഠിക്കാൻ പറ്റില്ല. അതിന് അത്രയും സെൽഫ് കൺട്രോളും ഡിസിപ്ലിനും ഒരു ഹൈ ക്യാരക്ടറും പിന്നെ ആരോടും അങ്ങനെ ദേഷ്യം വെക്കണ സ്വഭാവം അങ്ങനത്തെ ആൾക്കാർക്ക് ബ്രഹ്മാസ്ത്രം പഠിപ്പിക്കാൻ പറ്റില്ല, ജലസി. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ദ്രോണാചാര്യ പഠിപ്പിക്കില്ല. അപ്പോഴാണ് കർണൻ പരശുരാമന്റെ അടുത്ത് പോയിട്ട് അവിടെ പിന്നെ നോണ പറയും, അത് വേറൊരു പ്രോബ്ലം. ഞാൻ ബ്രാഹ്മണനാന്ന് പറയും, സത്യം പറയില്ല പരശുരാമനോട്, എന്നിട്ട് പോയി പഠിക്കും. അങ്ങനെയാണ് പഠിക്കുക. ഇതാണ് കർണനിൽ കുറെ നെഗറ്റീവ് ട്രേറ്റ്സും ഉണ്ട്. അതെ, നെഗറ്റീവ് ട്രേറ്റ്സും ഉണ്ട്. കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടറാണ്. അതെ അതെ അതെ. അതേപോലെ തന്നെ ഈ എൽഡർലി ആൾക്കാര് ഈ ഈഗോ എന്നുള്ള കാര്യം ശരിക്കും ഭയങ്കര ഉണ്ട്. അത് ശ്രീജ പറയും. എൽഡർലി ആൾക്കാര് അല്ലെങ്കിൽ ഗുരുക്കന്മാരൊക്കെ എന്തെങ്കിലും ഉപരോട് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പിന്നെ വേഗം ദേഷ്യം വരും. പിന്നെ ഭയങ്കര ഇൻസൾട്ടിങ് സ്പീച്ചാണ്, ഹാർഷ് സ്പീച്ചാണ്. മറ്റേ വിരാടന്റെ യുദ്ധം, വിരാട പർവ്വത്തിന്റെ സമയത്ത് ദ്രോണാചാര്യ ഇവരോട് പറയും, നിങ്ങൾക്ക് പേടിയാവുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾ ബ്രാഹ്മണന്മാരാവുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തോളാം. ഇങ്ങനത്തെ കുറെ ബടായി അടിക്കുക, മറ്റോരെ താഴത്തെ കാണിക്കുക, ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട് കർണന്. കർണന് എന്തെങ്കിലും പറഞ്ഞ. അതേപോലെ ദ്രൗപതിയുടെ കേസില് ദ്രൗപതിയെ സഭയിലേക്ക് വലിച്ചു കൊണ്ടുവന്നപ്പോഴൊക്കെ കർണന്റെയും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ശരിക്കും ദ്രൗപദീനെ പിന്നെ കൊണ്ടുവന്നതിലൊന്നും കർണൻ ഒരു തരം ഒപ്പോസിഷനും ചെയ്യില്ല. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒപ്പോസിഷൻ ചെയ്യണത് ദുര്യോധനന്റെ അനിയനാണ് വികർണൻ എന്ന് പറഞ്ഞിട്ട്. കർണൻ അവരുടെ കൂടെ ഇങ്ങനെ ചിരിക്കുകയാണ്. ഈ ദ്രൗപദീനെ ദ്രൗപദീനെ ആ കണ്ടീഷനിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരുമ്പോ കർണൻ ഇവരുടെ മുകളിൽ ചിരിക്കുകയാണ്, ഹ്യൂമിലിയേഷന്റെ മുകളില്. ഒരു സാഡിസ്റ്റിക്, ആ സാഡിസ്റ്റിക് ദുര്യോധനന്റെ ഒരു സാഡിസ്റ്റിക് ക്യാരക്ടർ കർണനിലും ഉണ്ട്. അതാണ് അവര് ആ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ഡെവലപ്പ് ആവണം. നമ്മൾ വിചാരിക്കും ഇത്രയും നല്ല കർണൻ എന്താണ് ഇങ്ങനത്തെ ദുര്യോധനന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കർണന്റെ പ്രീവിയസ് ബർത്ത് നമ്മൾ പറഞ്ഞു, സഹസ്രകവചൻ, ആ വ്യക്തി തന്നെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. അതനുസരിച്ചിട്ട് ദുഷ്ടരാജാവായിരുന്നു, ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു സോളാണ് ഇപ്പോ പുനർജനിച്ച് കർണനായിരിക്കുന്നത്. അപ്പൊ ആ ഒരു സോളിന് ആ ഒരു ട്രേറ്റ്സ് കാണും. അപ്പൊ അത് വേറൊരു എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കർണന്റെ ഈ അർജുനനോടുള്ള ഒരു അപ്രോച്ച് തന്നെ കാണുമ്പോ ഒരു അർജുനനോട് ഇത്രയും ജലസിയും കോമ്പറ്റീഷൻ ചെയ്യേണ്ട കാര്യം കർണനൊന്നുമില്ല. അർജുനനും പാണ്ഡവന്മാരും ഒരിക്കലും കർണനെ ഡയറക്റ്റ്ലി ഒരു ഇഞ്ചുറിയും ചെയ്തിട്ടില്ല. അർജുനൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി സ്വന്തം സെൽഫ് ഡെവലപ്മെന്റിന്റെ പാത്തിലാണ് അർജുനൻ. അതുകൊണ്ടാണ് അർജുനന് ഇത്ര ഹൈറ്റ്സിൽ എത്താൻ പറ്റിയത്. കൃഷ്ണനെ പോലെ ഒരു ഗൈഡ് കിട്ടേണ്ട എന്താണെന്ന് വെച്ചാൽ അർജുനന്റെ സെൽഫ് കോൺസെൻട്രേഷനും സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ട്. കർണന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ കർണൻ സെൽഫ് ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യില്ല. കമ്പാരിസൺ ആണ് കർണന്റെ ജീവിതം. അപ്പൊ എങ്ങനെയെങ്കിലും അർജുനനെക്കാട്ടിലും മുകളിലെത്തണം. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ അർജുനൻ ഒരു ലൈഫ് ലോങ് ലേണർ ആണ്. അർജുനൻ ദ്രോണാചാര്യനോട് പഠിച്ചത് അതൊരു ഫൗണ്ടേഷൻ ആണ് അർജുനന്റെ ലൈഫില്. അത് കഴിഞ്ഞിട്ട് അർജുനൻ എത്ര ആൾക്കാരോട് പോയിട്ട് പിന്നെയും പഠിച്ചിരിക്കണോ. പിന്നെ പാശുപതാസ്ത്രം മേടിച്ചു ശിവന്റെ അടുത്തുനിന്ന് പോയിട്ട്, ഈ ദേവന്മാരുടെ അടുത്ത് പല അസ്ത്രങ്ങളും മേടിച്ചു. കർണന്റെ പഠിത്തം കഴിഞ്ഞ പിന്നെ കർണൻ കാര്യമായിട്ടൊന്നും എഫർട്ട് എടുത്തിട്ടില്ല ഒന്നും. ആ ലെവലിലല്ല കർണൻ ഇരുന്നു. അതുകൊണ്ടാണ് ഈ മഹാഭാരത യുദ്ധം ആവുന്ന ഒരു സമയമാകുമ്പോഴേക്ക് അർജുനനെ ആരും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ അർജുനൻ എത്തി. അതേപോലെ തന്നെയാണ് ഈ കർണന്റെ ദുര്യോധനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലും നമുക്ക് ഭയങ്കര ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. ദുര്യോധനോട് നമ്മളൊരു ഭയങ്കര ഒരു കർണനും ദുര്യോധന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര എക്സാമ്പിൾ ആന്നൊക്കെയാണ് പറഞ്ഞ്
നമ്മളങ്ങനെ ഗ്ലോറിഫൈ ചെയ്യണത്. പക്ഷെ എപ്പോഴും ഒരു ട്രൂ ഫ്രണ്ട് ഭാഗത്ത് കൊടുക്കണം. അപ്പൊ ദുര്യോധനോട് എപ്പോഴും വാർ ചെയ്യുന്നതിന് ഒരു വാർമോങ്കർ പോലെയാണ്, വാർ ചെയ്യുന്നതിന് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം ആ കുരുക്ഷേത്ര യുദ്ധം കൊണ്ട് ദുര്യോധനൻ എവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ദ്രോണാചാര്യരാണെങ്കിലും എല്ലാവരും ഭീഷ്മരൊക്കെ വാറിനെ തടയാൻ നോക്കിയപ്പോ അല്ലെങ്കിൽ പീസ് നോക്കിയപ്പോ കർണനാണ് ദുര്യോധനെ യുദ്ധം നടത്തണം എന്നിങ്ങനെ ഭീഷ്മരും ദ്രോണരൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പാണ്ഡവന്മാരുടെ കൂടെ സന്ധി ചെയ്യാന്ന് പറയുമ്പോ അപ്പൊ പിന്നെ എപ്പോഴും ഒപ്പോസ് ചെയ്യണത് കർണനാണ്. അതെന്തിനാന്ന് വെച്ചാൽ കർണന് യുദ്ധഭൂമിയിലേ കാണിക്കാൻ പറ്റുള്ളൂ തന്റെ കഴിവ് എത്രയുണ്ട്, അർജുനന്റെ മുകളിലാണെന്ന് കാണിക്കണം. അതിനു വേണ്ടിയിട്ടൊരു ഇതും കൂടി ആയിരുന്നു. കോമ്പറ്റേറ്റീവ് മൈൻഡ്. അതേപോലെ എപ്പോഴും നമ്മൾ കോമ്പറ്റീഷൻ കാണിക്കുന്നത് നമ്മളോട് തന്നെ ആവണം. സെൽഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ അതൊരു ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്ത കർണൻ ദുര്യോധനന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണോ നോക്കണത്? അല്ല. കർണൻ ഒരു സെൽഫിഷ്നെസ് കൂടി അതിന്റെ ഉള്ളില് ആഡ് ചെയ്യുന്നുണ്ട്. അവനവന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു. കർണൻ ഒരു അത്രയും നല്ല ഫ്രണ്ട് ആണെങ്കിൽ എന്താ പറയണ്ടേ? കർണൻ അറിയാം ഈ ഇത്രയും വലിയൊരു യുദ്ധം കഴിഞ്ഞാൽ ദുര്യോധനൻ ബാക്കി ഉണ്ടാകുമെന്ന് കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. ദുര്യോധനൻ ആ സമയത്ത് ഏറ്റവും വലിയ രാജാവായിരുന്നു ഇന്ത്യയുടെ. അപ്പൊ ആ രാജാവിനെ ഇത്രയും വലിയ, അത് മാത്രല്ല ദുര്യോധനനും ഇന്ത്യക്ക് എത്ര ഇതുണ്ടായി, ഡാമേജ് ഉണ്ടായി യുദ്ധം കൊണ്ട്. അപ്പൊ ഇത്രയും വലിയ യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര പ്രശ്നമാണ്. അതുവഴി ദുര്യോധനന് ഫുൾ ഡിസ്ട്രക്ഷൻ ഉണ്ടായി. സഹോദരങ്ങൾ മുഴുവൻ പോയി, അവസാനം ജീവൻ തന്നെ പോയി, രാജ്യം എല്ലാം പോയി. അതായത് നമ്മുടെ മഹാരിഷി വ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഈ ദുര്യോധനൻ എന്ന് പറഞ്ഞ അധർമ്മത്തിന്റെ വലിയൊരു മരമാണ്. അപ്പൊ മരത്തിന്റെ ട്രങ്ക്, മെയിൻ ട്രങ്ക് ആണ് കർണനാന്ന് പറയുന്നത്. ശകുനിയല്ല, കർണനാണ് ആ ട്രീയുടെ, അധർമ്മത്തിന്റെ ട്രീയുടെ ട്രങ്ക് കർണനാന്ന് പറയുന്നത്. അരക്കില്ലം പോലെയുള്ള വളരെ ക്രൂവലായിട്ടുള്ള ഇത് ദുര്യോധനൻ പ്ലാൻ ചെയ്തപ്പോ അതിനെല്ലാം കർണൻ സപ്പോർട്ടായിരുന്നു. കർണൻ ഫുൾ സപ്പോർട്ടാണ്, കർണൻ ഒന്നും പറയില്ല. അപ്പൊ അത് തന്നെ തെളിയിക്കുന്നതാണ് എല്ലാ ഇങ്ങനത്തെ മോശം എല്ലാ ക്രൂവൽ പ്രവർത്തികൾക്കും കർണൻ. ഇവരുടെ ഈ എല്ലാ ഇങ്ങനത്തെ പ്ലാൻസ് ഉണ്ടല്ലോ, അതിലെല്ലാം കർണൻ കൂട്ടാണ്. രാക്ഷാഗ്രഹം, ഈവൻ എനിക്ക് തോന്നുന്നത് ഇവര് കുട്ടികളാകുമ്പോൾ ഈ ഭീമന് ഇത് കൊടുക്കില്ലേ, പോയിസൺ കൊടുക്കില്ലേ, അതിലും കർണൻ ഇൻവോൾവ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മള് മഹാഭാരതം എന്ന് പറഞ്ഞാൽ അതൊരു ഡീപ്പ് ടെക്സ്റ്റ് ആണ്. നമ്മൾ വെറും ഈ മൂവീസില് പിന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കാണിക്കണ പോലെയല്ല അതിന്റെ ക്യാരക്ടേഴ്സ്. ഡെപ്തിൽ ഓരോ ക്യാരക്ടർ മനസ്സിലാക്കും, ഭയങ്കര ഡെപ്ത് ആണ്. പിന്നെ അതേപോലെ ഈ അഭിമന്യുവിന്റെ ഡെത്തില് കർണന് ഒരു റോൾ ഉണ്ട്. കർണൻ ഇപ്പൊ നമ്മൾ അത്രയും ഷിവൽറസ് ആയ ഒരു റൂളൊക്കെ പാലിക്കണ വാറിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ദ്രോണാചാര്യനാണ് ഐ തിങ്ക് ആ സജഷൻ കൊടുത്തത്. പക്ഷെ പിന്നൊന്ന് കർണൻ അമ്പ് ചെയ്തിട്ട് ഇത് വില്ല് പൊട്ടിക്കും, സ്ട്രിങ് പൊട്ടിക്കും. സ്ട്രിങ് പിന്നൊന്ന് ചെയ്യോണ്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും അഭിമന്യുവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. അഭിമന്യു മുമ്പില് കുറെ ആൾക്കാരോട് യുദ്ധം ചെയ്യുമ്പോ പിന്നൊന്ന് ഈ ആരോ അടിച്ചിട്ട് സ്ട്രിങ് പൊട്ടിക്കും, ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തിട്ട്. അഭിമന്യുവിനെ കുറെ പേര് ഒന്നിച്ച് യുദ്ധം ചെയ്തിട്ട് അങ്ങനെയാണ് അഭിമന്യു മരിക്കണത്. അപ്പൊ അതിലൊരു റോൾ ഉണ്ട് കർണൻ. അപ്പൊ അവിടെ തന്നെ അധർമ്മം അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അധർമ്മം ശരിക്കും പറഞ്ഞാൽ പണ്ടേ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്തു, പറഞ്ഞ പോലെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ പിന്നെ കർണന്റെ ഡെത്തിലുള്ള അധർമ്മം മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത്, അതെ, കർണൻ രഥത്തിന്റെ മുകളിലല്ല ആ കാര്യം. അതാണ് ശ്രീകൃഷ്ണൻ എൻഡില് പറയാ, ഇപ്പോഴാണ് നിനക്ക് അധർമ്മം അല്ല ധർമ്മത്തിനെ പറ്റിയിട്ട് ഓർമ്മ തന്നെന്ന് പറയുമല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ഇതാണെങ്കിൽ പോലും കർണൻ കുറച്ച് സിമ്പതി അർഹിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കുമ്പോ. ഒന്നിപ്പോ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ നല്ല ഗ്രേറ്റ് ക്യാരക്ടർ, ഗ്രേറ്റ് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് കർണനില്. അമ്മയെ ഉപേക്ഷിക്കപ്പെട്ടു, കുന്തി ദേവിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അതൊരു ഡെസ്റ്റിനിയാണ്. ഇപ്പൊ നമുക്ക് കുന്തിനെ ഫുള്ളായിട്ട് ഇതിൽ പറയാൻ പറ്റില്ല, കാരണം കല്യാണം കഴിക്കാത്ത ഒരു പ്രിൻസസ് ആണ്, ഭയങ്കര യങ് ഏജ് ആയിരുന്നു. അവരുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് അവർ ആ മന്ത്രം, കിട്ടിയ മന്ത്രം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഒരു കുട്ടിയെ പെട്ടെന്ന് കിട്ടിയപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പറയാൻ പറ്റില്ലല്ലോ അതൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോ ഈ കുന്തി ദേവി ലാസ്റ്റ് വരെ ആ യുദ്ധം നടക്കുന്ന ഉറപ്പായ ഒരു സമയം വരെ
ഒരിക്കലും കർണനെ തേടി വന്നിട്ടില്ല. അതെ, യുദ്ധം നടക്കും അങ്ങനെ ഉറപ്പായി പാണ്ഡവർക്ക് എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാകാമെന്ന് കണ്ടപ്പോഴാണ് കർണനെ തേടി വന്നത്. അതൊരു അപ്പൊ ആ തേടി വരണേല് കർണന്റെ ബെനിഫിറ്റിനാണോ കർണന്റെ അടുത്ത് വന്നത്? അല്ല. ഒരമ്മയുടെ സ്നേഹം കൊണ്ടാണോ കർണന്റെ അടുത്ത് ശരിക്കും? അല്ല, ഒരു പശ്ചാത്താപം കൊണ്ട് വന്നതല്ല. അവരെ രക്ഷിക്കലായിരുന്നു മെയിൻ എയിം. അപ്പൊ അതറിയാം. ഇപ്പൊ കർണൻ എന്തായാലും ദുര്യോധനെ വിട്ട് വരില്ല. ഇത്രക്കൊക്കെ ദുര്യോധന്റെ കൂടെ നിൽക്കുന്ന ഒരാള്. കുന്തി പറയും വേണമെങ്കിൽ രാജാവ് വരെ നിന്നെ ആക്കാ പറയും കർണനോട്. പക്ഷെ കുന്തിക്ക് അറിയാം ആ കർണന്റെ ആ ലൈഫ് സ്റ്റേജില് ഇനി കർണൻ രാജാവാൻ പോണില്ല. കർണൻ അപ്പോഴേക്ക് ദുര്യോധനന്റെ കുറെ ഫേവേഴ്സ് മേടിച്ചു കഴിഞ്ഞു. ഇനി ദുര്യോധനനെ കർണന് വിടാൻ പറ്റില്ല എന്ന് കുന്തിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഒരു ഇമോഷണലി വീക്ക് ആക്കുക, അതായിരുന്നു ലക്ഷ്യം. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. എന്ന് വെച്ചാ ഈ പിന്നെ ഭീഷ്മരും ദ്രോണരും അവരുടെ ഇമോഷണൽ ഇത് കാരണം പാണ്ഡവന്മാരെ ഹാം ചെയ്യില്ല, ഇഞ്ചുറി ചെയ്യില്ല. കർണൻ മാത്രമാണ് ഒരു ഡേഞ്ചറസ് വാറിയർ. അപ്പൊ കർണന് ഒരു വാക്ക് കിട്ടുമ്പോ പിന്നെ കർണന് പാണ്ഡവരെ കൊല്ലാൻ സാധിക്കില്ല. ഒരു വാക്ക് കൊടുത്തു എന്നുള്ള ഇതില് ഇഞ്ചുറി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഇമോഷണൽ വീക്കണിങ് ആണ് അവിടെ ഉദ്ദേശം. അതാണ് ശരിക്കും ഉണ്ടാവുക. അപ്പൊ കുന്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി മദറാണ് പാണ്ഡവരെ സംബന്ധിച്ച്. പക്ഷെ കർണനെ സംബന്ധിച്ച ഒരു ടോട്ടൽ ഫെയിലിയർ ആണ്. ഒരു മദറിന്റെ ഒരു കാര്യം കുന്തിക്ക് കർണന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളെ കർണന്റെ ഗ്രേറ്റ്നെസ് ശരിക്കും അവിടെ മനസ്സിലാക്കേണ്ട വെച്ചാ കർണന് ഫൈനലി കുന്തിയോട് ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് യുദ്ധം ചെയ്യുമ്പോ കർണൻ ആ വാക്ക് പാലിക്കും. ഈ 5 പാണ്ഡവന്മാരെയും കർണൻ ജീവന പല ടൈമില് ഇപ്പൊ യുധിഷ്ഠിരൻ, ഭീമൻ ഇവരൊക്കെ കൊല്ലേണ്ട ഓപ്പർച്യൂണിറ്റി കർണന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കർണൻ കൊല്ലില്ല. കർണന് വേണമെങ്കിൽ കർണന് ഇന്ദ്രന്റെ അടുത്തുനിന്ന് ഈ ശക്തി എന്നുള്ള അസ്ത്രം കിട്ടിയിരുന്നു. അപ്പൊ പിന്നെ അർജുനന്റെ കൂടെ ഉള്ളതിൽ വേണമെങ്കിൽ കർണന് ശക്തി യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു അർജുനൻ. അപ്പൊ അർജുനൻ മരിക്കും. പക്ഷെ കർണൻ അത് ചെയ്യില്ല. അപ്പൊ അവര് പാണ്ഡവന്മാര് കർണനെ കൊല്ലാൻ നോക്കാണ്. അവരുടെ കേസിൽ കർണൻ ഒരു വലിയൊരു അനിമിയാണ്. അവർക്കറിയില്ല അവരുടെ ബ്രദറാണ്. പക്ഷെ കർണന്റെ മൈൻഡില് അവര് ബ്രദേഴ്സാണ്. പക്ഷെ കർണൻ അതേ ടൈമില് ദുര്യോധനന് കൊടുത്ത വാക്ക്, ദുര്യോധനന്റെ ഫ്രണ്ട് ആവോണ്ട് ദുര്യോധനന്റെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യണം, സ്വന്തം ബ്രദേഴ്സിനെ കൊല്ലാനും പറ്റില്ല. അപ്പൊ ആ മോറൽ ഒരു സ്ട്രഗിള് കർണൻ ഫുള്ളായിട്ട് കർണന്റെ ഡ്യൂട്ടീസ് ചെയ്തു. സ്ട്രഗിൾ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ ഒരു ഗ്രേറ്റ് ക്യാരക്ടറിന്റെ ലക്ഷണം. അതിൽ കർണൻ ഫൈനലി കർണന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സൂപ്പർ എക്സ് ഇൻഫോ നിങ്ങളെ കോമൺലി നിങ്ങളൊന്നും കേൾക്കാത്തൊരു ഇൻഫർമേഷൻ ആവും. അത് നമ്മുടെ ശ്രീജ പറഞ്ഞുതരും. നമ്മളിതിവിടെ സൂപ്പർ എക്സ് ആയിരുന്നത് ദൃശ്യസേനനാണ്. ദൃശ്യസേനൻ അത് കർണന്റെ മകനാണ്. ഒരുപാട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ക്യാരക്ടറിനെ പറ്റി. അഭിമന്യുവിന്റെ പോലെ തന്നെ അത്രയും നല്ലൊരു ഇതായിട്ടുള്ള ഒരു വാരിയർ ആണ് ദൃശ്യസേനൻ. നല്ലൊരു വാരിയർ ആണ്. അർജുനന്റെ കൂടെ ഒരുപാട് യുദ്ധം ചെയ്തു. നല്ലൊരു ടഫ് ഫൈറ്റ് തന്നെ അർജുനന്റെ മുമ്പിൽ നടത്തിയിരുന്നു ദൃശ്യസേനൻ. അങ്ങനെ അർജുനനാൽ മരണപ്പെട്ടു. അതൊരു പ്രതികാരവും കൂടിയായിരുന്നു. അഭിമന്യുവിനെ കൊന്നതിന്റെ ഒരു പ്രതികാരം കാരണം അർജുൻ കൊന്നതാണ് വൃഷസേനനെ. പക്ഷെ ഭയങ്കര ബ്രേവ് ആയിട്ട് വൃഷസേനൻ യുദ്ധം ചെയ്യും അഭിമന്യുവിനെ പോലെ തന്നെ. അപ്പൊ ശരിക്കും നമ്മൾ അഭിമന്യുവിനെ ഒരു റെസ്പെക്റ്റിൽ കാണുന്ന പോലെ തന്നെ വൃഷസേനനെയും ആ റെസ്പെക്റ്റിൽ കാണണം നമ്മള്. ഇപ്പൊ മഹാഭാരതത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ശരിക്കും വൃഷസേനന്റെ ക്യാരക്ടറിനെ പറ്റി കുറച്ചുകൂടി ഡെപ്തിൽ അനലൈസ് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പൊ അതായിരുന്നു നമ്മുടെ കർണനെ പറ്റിയിട്ട് ഇന്നത്തെ ടോക്ക്, നമ്മുടെ ഒരു അനാലിസിസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ പല ടോപ്പിക്സും ഇനി മഹാഭാരതം, രാമായണം, ഈ എപ്പിക്സ് ആയിട്ടും സൂപ്പർ നാച്ചുറൽ, സൂപ്പർ സയൻറ്റിഫിക്, അതേപോലെ സോഷ്യൽ ടോപ്പിക്സ്, അതിലെല്ലാത്തിൻ്റെ മുകളിൽ കുറച്ച് അനാലിസിസ്, നമ്മുടെ MS ഷോൻ്റെ ഡീപ്പ് അനാലിസിസ് പോലെ അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ന്യൂ വ്യൂ പോയിൻറ്റ്സ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ എപ്പോഴും MS ഷോനെ സപ്പോർട്ടും ലവ് ചെയ്യണ പോലെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ.